അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമയത്ത് നമുക്ക് യുദ്ധവാർത്തകളിലേക്കല്ല നമ്മുടെ ഫോക്കസ് നീങ്ങേണ്ടത്, സമാധാനത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അനാവശ്യ വാർത്തകളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ നമ്മുടെ ക്രിയേറ്ററിൽ, നമ്മുടെ സർവശക്തനിൽ, നമ്മുടെ ഭഗവാൻ, നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ നാഥൻ്റെ കയ്യിലാണ് നമ്മൾ ആ സംരക്ഷണം ഏൽപ്പിക്കേണ്ടത്. നിരന്തരമായി അടുത്ത വാർത്തയുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം ഏകദേശം നമുക്ക് വിവരങ്ങൾ അറിയണം, എന്താണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയണം. അതറിയുക എന്നുള്ളൊരു ദൗത്യമാണ് നമുക്ക് വാർത്തകൾ കൊണ്ട് അറിയേണ്ടത്. അതല്ലാതെ അതിനെ കൂടുതൽ ഊതിപ്പെരുപ്പിക്കുമ്പോൾ ആ സംഘർഷങ്ങൾ കൂടാനുള്ള സാധ്യതയാണ് കൂടുന്നത്. നമ്മുടെ ശ്രദ്ധ എവിടേക്കാണ് പോകുന്നത് അവിടെയാണല്ലോ വളർച്ച ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വീണ്ടും വളരും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ശ്രദ്ധ പ്രാർത്ഥനയിലായിരിക്കണം. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും ഈ ലോകത്തിന് മുഴുവൻ നന്മ വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷയായിട്ടുണ്ടാവേണ്ടത്. പ്രാർത്ഥനയ്ക്ക് തടുക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയും ഈ ലോകത്തില്ല. അപ്പോൾ ഈ നല്ല മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥനയിൽ അഭയം തേടാം. താങ്ക് യു സോ മച്ച്.